മഗ്രിബിൻ കവിളിലും കാണാം മായാത്ത നിലവേ, ഫജ്റിന്റെ തുടിപ്പിലും കാണാം പരനേ കരവിരുതേ. ബാപ്പു വള്ളിപ്പറമ്പ് എഴുതിയ മാപ്പിളപ്പാട്ടിന്റെ ആ 2 വരികളൊന്ന് ആലോചിച്ചു നോക്ക്. അത് ഈ സുബ്ഹാനല്ലാഹ് എന്ന ദിക്റിന്റെ മറ്റൊരു സൂചകമാണ്. സന്ധ്യാനേരത്ത് ഒരു വിശ്വാസിയായ ഒരാള്, ഒരു യുവാവ്, ഒരു യുവതി ആകാശത്തിന്റെ വശ്യമനോഹാര്യതയിലേക്ക് കണ്ണ് നട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ. സൂര്യൻ അസ്തമിച്ച സന്ദർഭമാണ്. ആകാശഗംഗയാകുന്ന ക്യാൻവാസിന്റെ മുകളിൽ അല്ലാഹുവാകുന്ന ആർട്ടിസ്റ്റ്, കലാകാരൻ ബ്രഷ് കൊണ്ട് ഛായാചിത്രം വരച്ചിരിക്കുകയാണ്. അവിടെ പരന്നത് കുങ്കുമവർണ്ണമാണ്, പിങ്ക് കളറാണ്. ആരാണ്? മഗ്രിബിന്റെ കവിളിൽ കുങ്കുമച്ചായം കൊണ്ട് ചിത്രം വരച്ച കലാകാരൻ. ആ ചോദ്യത്തിൽ എല്ലാം ഉണ്ടല്ലോ. അല്ലാഹുവേ, നീ ചെയ്തൊരു ആർട്ട് വർക്ക്. അടുത്ത സുബ്ഹാനല്ലാഹി വബിഹംദി എപ്പോഴാ ചൊല്ലുന്നത്? സുബൈന്റെ നേരത്തെ. ഫജ്റിന്റെ തുടിപ്പിലും കാണാം പരനേ കരവിരുതേ. എന്നിട്ട് അള്ളാഹുവിനെ പറ്റി പറയാൻ, നിന്നെ പറ്റിയിട്ടുള്ള ഈ പ്രത്യേകതകൾ ഞങ്ങൾ 1000 പേജുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് 1000 പേനകളെ കൊണ്ട് എഴുതി തീർക്കാൻ തുനിഞ്ഞാൽ 1000 പുറങ്ങളിൽ രാപ്പകൽ കുറിച്ചാലും തീരുന്നതല്ല നിൻ പോരീശകൾ. അല്ലാഹ് അഹദേ ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മദ്ഹുകൾ. റാഹിമും നീ, റാസിഖും നീ. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ വിശേഷണങ്ങളിൽ അടക്കം ഉന്മീലിതമാകുന്നത് പ്രകൃതിയുടെ, കലാകാരന്റെ വൈഭവങ്ങളാണ്. അതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. സന്ധ്യാനേരത്ത് നിങ്ങൾ ചൊല്ലുന്ന ഈ 2 ദിക്റുകൾ, ഈ 2 കലിമത്തുകൾ, സുബഹിന്റെ നേരത്ത് നിങ്ങൾ മൊഴിയുന്ന ഈ 2 കലിമത്തുകൾ, അവ ചിന്തിച്ചിട്ട് അല്ലാഹുവാകുന്ന വിധികർത്താവായ, സംവിധായകനായ, പടച്ചോനായ റബ്ബിന്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചിട്ടാണ് ഈ ദിക്റിന്റെ അർത്ഥം. അങ്ങനെ ആലോചിച്ചിട്ടാണ് സുബഹിക്കും മഗ്രിബിനും നിങ്ങൾ അത് ചൊല്ലുന്നതെങ്കിൽ അത് വെറും ഒരു വചനം അല്ല, അത് ഖഫീഫതാനി അലൽ ലിസാൻ. നിങ്ങളുടെ നാവിന് കനം കുറഞ്ഞതാവാം, പക്ഷെ തഖീലതാനി ഫിൽ മീസാൻ, മീസാൻ എന്ന തുലാസിൽ അത്രമേൽ കനമുള്ളതാണ്. ഹബീബതാനി ഇലർ റഹ്മാൻ. അങ്ങനെ അള്ളാഹുവിന് എത്രമേൽ ഇഷ്ടകരമായത് വേറില്ല എന്നാണ്. അങ്ങനെയാണല്ലേ റബ്ബിന്റെ മുഹിബ്ബാവുക എന്നുള്ളത്. അള്ളാഹിന്റെ അളക എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെയാണ് ഉള്ളില്, പുറത്തല്ല. ഡു നോട്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഒരു പുസ്തകത്തിന് അതിന്റെ ചട്ട നോക്കിയിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നാണ്. അങ്ങനത്തെ ജഡ്ജ്മെന്റ് വലിയ തെറ്റിദ്ധാരണകൾ, മിഥ്യാധാരണ കൊണ്ടുണ്ടാകേണ്ടതാണ്. അല്ലെങ്കിലും പ്രത്യക്ഷത്തിൽ ഒരു വിധിയെഴുത്ത് നടത്തുന്ന വിധികർത്താവല്ലല്ലോ യഥാർത്ഥ വിധികർത്താവ്. ആട്ടെ, അനന്തരഫലം എന്താന്ന് നോക്കുക എന്ന് പറഞ്ഞ് സാഹസപ്പെട്ടിട്ട് അവധാനതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണ് യഥാർത്ഥ വിധികർത്താവ്. കണ്ടപാടെ ബസ്സിൽ 5 മിനിറ്റ് കണ്ടെന്ന് പരിചയപ്പെട്ടപ്പോഴേക്ക് ആള് കൊള്ളാം അല്ലെങ്കിൽ ആള് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് വിധിക്കുന്ന വിധികർത്താവ്, അത് റോങ് മെസ്സേജാണ് നൽകുന്നത്. അങ്ങനെയാണെല്ലാം. പടച്ചവനെ പറ്റി ചിന്തിക്കാൻ, ചിന്തയാണത്ര ഏറ്റവും വലിയ അമലും ഇബാദത്തും. അതെപ്പോഴും ചെയ്യാം. ട്രെയിനിൽ പോകുമ്പോൾ, കാറിൽ പോകുമ്പോൾ, ബസ്സിൽ പോകുമ്പോൾ, ഷോപ്പ് കീപ്പറായിട്ട് ഇരിക്കുമ്പോൾ, ബിസിനസ് ചെയ്യുമ്പോൾ, റെസ്റ്റ് എടുക്കുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, ജിമ്മിൽ പോയിട്ട് ട്രെഡിമില്ലിൽ TMT യൂസ് ചെയ്യുമ്പോൾ, ജോഗിങ് ചെയ്യുമ്പോൾ, എപ്പോഴും ചിന്ത നമ്മളെ കയ്യിലല്ലേ. ആ കൺസേൺ വിടാതിരുന്നാൽ പോരെ. അള്ളാഹുവിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ നമ്മളാണ്. പടച്ചവനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ തഖ്വയുള്ള ആള്, മുത്തഖി നമ്മളാണ്. മുത്തഖി നമ്മളാണ്. നമ്മളെ കൺട്രോൾ നമ്മളെ കയ്യിലാണ്. അങ്ങനെ പടച്ചവന്റെ ആളാകാൻ വളരെ പെട്ടെന്ന് കഴിയുന്നതാണ്.
വളരെ പെട്ടെന്ന് കഴിയും. പഠിച്ചോൻ്റെ ആളാകാൻ കഴിയും. അതിന് ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടല്ലല്ലോ പഠിച്ചോൻ്റെ ആളാകേണ്ടത്. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയാൽ മതി. ദീന് അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ മനുഷ്യന് തന്നിട്ടുണ്ട്. സമർത്ഥമായ കോടതി മുറി നമ്മളെ കൽബാണ്. ജഡ്ജ്മെന്റ് നടത്തുന്ന ജഡ്ജ് നമ്മളാണ്. ഹാസിബു അംഫുസകും ഖബ്ല അൻ തുഹാസബു. തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ നമ്മളെ നഫ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ ആരാണ് എന്ന നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിലുണ്ട്. നിർവഹിച്ചൂടെ? നമുക്ക് എപ്പോഴും നിർവഹിക്കല്ലോ. തൗബയുടെ വാതിൽ അടയണതിൻ്റെ മുമ്പ് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ആളാണ് മുസ്ലിം. ഒരുപാട് ഓപ്ഷൻസ്, നന്നാവാൻ ഒരുപാട് അവസരങ്ങൾ. പഠിച്ചവനാണെങ്കിലോ നമ്മളെ നന്നാക്കാൻ വേണ്ടി നിൽക്കുക, നന്നാവാൻ വേണ്ടി നിൽക്കുകയാണ്. അള്ളാഹു ഒരടിമയെ വഷളാക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ആളാണ്.